ഏറ്റവും പുതിയൊരു വാർത്ത ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും എന്നതാണ്. വിശദവിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, എന്താണ് വിശദ വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ആരോപണം ഉയർന്നു വരുന്ന ഒരു സമയമാണ്. വിദേശത്ത് നിന്ന് ഒരു യുവ എഴുത്തുകാരി രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും അടക്കം പേരുകൾ പറയുന്നു. എന്താണ് വിശദവിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണം അതീവ ഗൗരവതരം എന്നുള്ളത് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുലിനെ മാറ്റണം എന്നുള്ള ആവശ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നു. യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ സംസ്ഥാന ഭാരവാഹികളായ ചില ആളുകളുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരം ആവശ്യം ഉയരുന്നത്. പ്രത്യേകിച്ചും വനിതാ നേതാക്കൾ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തുന്നതോടുകൂടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുലിനെ മാറ്റാനുള്ള സമ്മർദ്ദം നേതൃത്വത്തിന് മേൽ ശക്തമാവുകയാണ്. യൂത്ത് കോൺഗ്രസിന് തന്നെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളോട് നേതൃത്വം ആശയവിനിമയം നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കഴിയുന്നത്. ദേശീയ നേതൃത്വം ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു. തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു ആരോപണം ഒരു MLA-ക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഉയർന്നു വരുന്നത് ഗുണകരമാകില്ല എന്നുള്ള ബോധ്യം ദേശീയ നേതൃത്വത്തിനുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ നേതാക്കൾ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ വിഷയത്തെ ഗൗരവമായി കാണണമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത്. ഈ വിവരം ദേശീയ നേതൃത്വം ശേഖരിച്ച ശേഷം എന്ത് നടപടി വേണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുലിനെ മാറ്റിയേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിലവിലുള്ള വൈസ് പ്രസിഡന്റുമാരിൽ ആരെങ്കിലും കടന്നു വരുമോ, അതോ മറ്റ് പകരം ആരെങ്കിലും അധ്യക്ഷനാക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഇനി ചർച്ച നടക്കേണ്ടതുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ബീഹാറിലാണുള്ളത്. അവരും ഈ വിഷയത്തിൽ ഇടപെട്ട് ആശയവിനിമയം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാഫി പറമ്പിലും KC വേണുഗോപാലും അടക്കമുള്ളവർ ഡൽഹിയിലുണ്ട്. അവരുമായും ദേശീയ നേതൃത്വം ആശയവിനിമയം നടത്തും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. മോദി. ശരി അമൽ, ഈ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഈ നേതൃത്വത്തിന് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യുവ നേതാവിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മോശമായ പെരുമാറ്റം ഉണ്ടായി എന്നത് മോദി, രണ്ട് വിഷയമാണുള്ളത്. ഒന്ന്, രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഉണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം രാഹുലിന് വേണ്ടി ഇപ്പോഴും അവർ വാദിക്കുന്നു. മാത്രമല്ല, രാഹുലിന്റെ പേരെടുത്തൊരു പരാതി ഇന്നലെ വെളിപ്പെടുത്തൽ നടത്തിയ യുവനടിയുടെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ പിന്നീട് വന്ന ആരോപണങ്ങൾക്കും തെളിവില്ലാത്ത ആരോപണങ്ങളാണ്. അതിനാൽ തന്നെ അങ്ങനെ തെളിവില്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ ഒരു യുവ നേതാവിനെ ക്രൂശിക്കേണ്ടതില്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം നേതാക്കളുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ധാർമ്മികത എന്നൊരു പ്രശ്നം ഉയർത്തിക്കാട്ടി രാഹുൽ നിൽക്കുന്നതാകും ഉചിതം എന്നുള്ള നിലപാട് എടുക്കുന്ന മറ്റൊരു വിഭാഗം നേതാക്കളുമുണ്ട്. നിലവിൽ എന്തായാലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നത് സംബന്ധിച്ച് ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത്. അത്തരം ആലോചനകൾ മാത്രമാണ് നടക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതിനെ ഇപ്പോൾ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല, അത്തരം ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് നേതൃത്വത്തിലുള്ള നിലവിലെ ആലോചന. എന്തായാലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറുന്ന കാര്യത്തിൽ അധികം വൈകാതെ തന്നെ ഒരു ധാരണയിലേക്ക്, തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വവും എത്തും എന്നുള്ളതാണ് ലഭ്യമാകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന നേതൃത്വത്തിൽ കോൺഗ്രസിനുള്ളിൽ രണ്ട് ചേരികൾ രൂപപ്പെട്ടിട്ടുണ്ടോ? അതായത് രാഹുലിനൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടരെന്നും രാഹുലിനെ എതിർക്കുന്ന ഒരു കൂട്ടരെന്നും, അത്തരത്തിലൊരു കാര്യം കോൺഗ്രസിനുള്ളിൽ ഉണ്ടോ ഇപ്പോൾ നിലവിൽ? കഴിഞ്ഞ കുറേ നാളുകളായി യൂത്ത് കോൺഗ്രസിലും അതോടൊപ്പം തന്നെ KSUവിലും എല്ലാം ഒരു ചേരിതിരിവ് പ്രകടമാണ്. അത് ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഉണ്ടാകുമ്പോൾ, ഷാഫിയെയും രാഹുലിനെയും അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഉണ്ടാകുമ്പോൾ, മറിച്ച് കൃത്യമായൊരു കോക്കസ് കോൺഗ്രസിൽ രൂപപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം ആ കോക്കസ് എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയത് എന്നുള്ള കാര്യം കണ്ടതാണ്. അങ്ങനെ ഒരു രണ്ട് ചേരിയായി തിരിഞ്ഞുള്ള ഒരു പ്രവർത്തനം യൂത്ത് കോൺഗ്രസിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്കോ ഒന്നും പോയിരുന്നില്ല. രണ്ടു കൂട്ടരും മത്സരിച്ച് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അത് കാര്യമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ രാഹുലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടെടുക്കുകയാണ് രാഹുൽ വിരുദ്ധ, ഷാഫി വിരുദ്ധ വിഭാഗം എന്ന് പറയുന്നത്. എന്നാൽ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ച എന്ന് പറയുന്നത് തെളിവില്ലാത്ത ചില ആരോപണങ്ങൾ മാത്രമാണ്. അതിനെ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല. പരാതിയുമായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ മാത്രം, നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ മാത്രം മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആലോചന മതി എന്നുള്ളതാണ് രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. മാത്രമല്ല, ജനപ്രതിനിധി എന്നുള്ള നിലയിലും നിലവിൽ ലഭ്യമാണ്. ഞാൻ അമലിലേക്ക് മടങ്ങി വരാം.